ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6th മൊഡ്യൂളാണ്. ദാറ്റ് ഈസ് ഇറ്റ്സ് അബൌട്ട് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, ദാറ്റ് ഈസ് ഹാർബർ ആൻഡ് ഡോക്ക് എഞ്ചിനീയറിംഗ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് 4 മൊഡ്യൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് അബൌട്ട് റെയിൽവേ എഞ്ചിനീയറിംഗ് ആൻഡ് 5th മൊഡ്യൂൾ ഈസ് അബൌട്ട് ടണൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉദ്ദേശിക്കുന്നേ ഉള്ളൂ. അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹാർബർ ആൻഡ് ഡോക്ക് എഞ്ചിനീയറിങ്ങിൽ വിശദമായിട്ട് എങ്ങനെയൊക്കെയാണ് ഹാർബർ കൺസ്ട്രക്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാർബേഴ്സ്, അതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്, ഡോക്ക് എന്താണ്, ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഡോക്ക് എന്താണ്, എങ്ങനെയാണ് ഒരു ഡോക്ക് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഇന്നിത്യാദി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, വി ക്യാൻ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്സസ്. അപ്പോൾ ആദ്യകാലം മുതലേ ഉള്ള ഒരു വേ ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് എന്താ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. ആദിമകാലത്തെല്ലാം മനുഷ്യന് താമസിച്ചിരുന്നത് ഇറ്റ് ഈസ് ഓൺ ദി ബാങ്ക്സ് ഓഫ് റിവേഴ്സ് ആണ്. ആദിമകാല സിവിലൈസേഷനൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യയിലുള്ള ഇൻഡസ് വാലി സിവിലൈസേഷൻ, ഇറാഖിലൊക്കെയുള്ള മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ, ചൈനീസിലുള്ള ചൈനീസ് സിവിലൈസേഷൻ, ഈജിപ്തിലുള്ള ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, ഈ എല്ലാ സിവിലൈസേഷൻസും നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് ഓൾ സിറ്റുവേറ്റഡ് ഓൺ ദി ബാങ്ക്സ് ഓഫ് റിവേഴ്സ്. ഈ ഒരു പ്രാചീന സിവിലൈസേഷൻസ് എല്ലാം ഈ നദിക്കരയിൽ ഉത്ഭവിക്കാനുള്ള മെയിൻ കാരണങ്ങൾ രണ്ടാണ്. ഫസ്റ്റ് വൺ ഈസ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഫോർ ദി അഗ്രികൾച്ചർ. അവരെ മെയിൻ ഉപജീവന മാർഗം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അഗ്രികൾച്ചർ ആയിരുന്നു. അപ്പോൾ അഗ്രികൾച്ചറിന് എന്താവശ്യമുണ്ട്, വെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളം പെട്ടെന്ന് കിട്ടുന്നൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നിയർ ദി റിവർ. അതായിരുന്നു ഒരു കാരണം. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വാട്ടർ ഈസ് എ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അവർക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് വളരെ എളുപ്പത്തിൽ പോകണമെങ്കിൽ, അവരെ ഗുഡ്സ് എല്ലാം ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് എളുപ്പത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു എളുപ്പമുള്ള മാർഗം, ഈസിയസ്റ്റ് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നത് വാട്ടർ. അപ്പോൾ പണ്ട് കാലം മുതലേ ഉള്ള ഒരു ഇമ്പോർട്ടൻറ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് എന്ത്, ഇറ്റ് ഈസ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ടേഷന് നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഷിപ്സ് ഉപയോഗിക്കാറുണ്ട്, ബോട്ട്സ് ഉപയോഗിക്കാറുണ്ട്, സ്റ്റീമേഴ്സ്, പണ്ടൊക്കെ സ്റ്റീമേഴ്സ് ഉപയോഗിക്കാറുണ്ട്, അന്തർവാഹിനികൾ ഉപയോഗിക്കാറുണ്ട്, സബ്മറൈൻസ് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് എന്തുണ്ട് വെഹിക്കിൾസ് ഉണ്ട് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻസിന് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ചീപ്പ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. വളരെ ചീപ്പാണ്, കുറച്ച് എനർജി ചിലവേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഹ്യൂജ് ക്വാണ്ടിറ്റി എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും. That is, as an introduction, water transportation or transportation on water means is the transportation of passengers and goods using ships, steamers, boats moving on water bodies. This has a great significance in the view of availability of vast stretches of natural waters in the form of streamers, rivers, seas and oceans. A waterway is any navigable water of sufficient depth which is free of obstruction is called a waterway. This may be rivers, lakes, canals, streams, seas and oceans. Canals and channels are man-made while the others are natural. അപ്പോൾ എല്ലാ വാട്ടർ ബോഡീസിൽ കൂടിയും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ പറ്റണമെന്നില്ല. കാരണം ഇറ്റ് ഷുഡ് ഹാവ് എ സഫിഷ്യൻറ്റ് ഡെപ്ത്. അതിനെന്ത് വേണം,
ഒരു സഫീഷ്യൻറ്റ് ഡെപ്ത് ഉള്ള വാട്ടർ വേ കൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സഫീഷ്യൻറ്റ് ഡെപ്ത് ഉള്ള വാട്ടർ ബോഡീസിന് പറയുന്ന പേരാണെന്ന് വാട്ടർ വേസ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ടർ വേസ് 2 തരത്തിലുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ഇൻലാൻഡ് വാട്ടർ വേസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഓഷ്യൻ വാട്ടർ വേസ്. ഇൻലാൻഡ് വാട്ടർ വേസ് എന്ന് പറഞ്ഞാൽ വിച്ച് ആർ റിവേഴ്സ്, ലൈക്സ്, കനാൽസ് ആൻഡ് ചാനൽസ് വിത്തിൻ ദി മെയിൻലാൻഡിൽ വരുന്നതാണ്. ഓഷ്യൻ എന്ന് പറഞ്ഞാൽ സീസ് ആൻഡ് ഓഷ്യൻസ്. പ്രൈമറി അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. അഡ്വാൻറ്റേജസ് ആണ് ഫസ്റ്റ് പറയുന്നത്. വി ക്യാൻ ക്യാരി ഹെവി ആൻഡ് ബൾക്ക് കാരിയേഴ്സ്. ഹെവി ബൾക്ക് കാർഗോസ് ഒക്കെ എന്ത് ചെയ്യാം, വി ക്യാൻ ക്യാരി. ഇറ്റ് ഈസ് ദ ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസിങ് നാച്ചുറൽ വാട്ടർ ബോഡീസ്. ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി സ്ലോ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഫീഡർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് സച്ച് ആസ് റോഡ്സ് ആൻഡ് റെയിൽവേസ് ആർ എസെൻഷ്യൽ. ഫീഡർ മോഡ്സ് വളരെ നിർബന്ധമാണ്. നമ്മളൊരു ഹാർബറിലൊക്കെ എത്തിച്ചാൽ, അല്ലെങ്കിൽ പോർട്ടിലെ ഹാർബറിലൊക്കെ എത്തിച്ചാൽ അവിടുന്ന് അതിൻ്റെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കണമെങ്കിൽ എന്ത് വേണം, ഇറ്റ് നീഡ് റോഡ്സ് ആൻഡ് ലിങ്ക്സ് ഓഫ് റോഡ്സ് ആൻഡ് railways. Accident prone during storms and cyclones. Cyclones ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്സിഡൻറ്റ് പ്രോൺ. ഹാർബർ. വാട്ട് ഈസ് ആൻ ഹാർബർ? അപ്പോൾ ഹാർബറിൻ്റെ ഡെഫിനേഷനാണ്: എ ഹാർബർ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഷെൽട്ടേർഡ് ഏരിയ ഓഫ് ദി സീ ഇൻ വിച്ച് വെസൽസ് could be launched, built or taken for repair, or could seek refuge in time of storm, or provide for landing, loading and unloading of cargo and passengers. ഇപ്പോൾ ഹാർബർ എന്ന് പറഞ്ഞാൽ ഒരു ഷെൽട്ടേർഡ് ഏരിയ ആണ്. വിൻഡും വേവ്സും എന്നൊക്കെ ഷെൽട്ടർ കൊടുക്കുന്ന ഒരു ഏരിയക്കാണ് എന്ത് പറയുന്നത്, ഹാർബർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വി ക്യാൻ ലോഞ്ച് ദി ബോട്ട്സ് ഓർ ഷിപ്സ്, വി ക്യാൻ ബിൽഡ് ദി ബോട്ട്സ് ഓർ ഷിപ്സ്, വി ക്യാൻ ടേക്ക് അവർ ബോട്ട്സ് ഓർ ഷിപ്പ് ഫോർ റിപ്പേഴ്സ്, ആൻഡ് വി ക്യാൻ ആൾസോ സീക്ക് റെഫ്യൂജ് ഇൻ ടൈംസ് ഓഫ് സ്റ്റോം. അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഫെസിലിറ്റീസ് ഫോർ കാർഗോസ് ആൻഡ് പാസഞ്ചേഴ്സ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റി കാണുന്നത്, ഇങ്ങനത്തെ ഒരു സേഫ് ആൻഡ് ഷെൽട്ടേർഡ് ഫെസിലിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹാർബർ എന്ന് പറയുന്നത്. ഹാർബർ ആൻഡ് പോർട്ട് 2 ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വാക്കുകൾ. അപ്പം അതിൻ്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം. ഹാർബർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട്ലി എൻക്ലോസ്ഡ് ഏരിയ വിച്ച് പ്രൊവൈഡ് സേഫ് ആൻഡ് സസ്റ്റൈനബിൾ അക്കോമഡേഷൻ ഫോർ supplies, refueling, repair, loading and unloading of cargo. But the port is an harbour where marine terminal facilities are provided. A port is a place which regularly provide accommodation for transfer of cargo and passengers to and from the ships. അപ്പോൾ പോർട്ട് എന്ന് പറഞ്ഞാൽ ഹാർബർ വിത്ത് സ്റ്റോറേജ് ഫെസിലിറ്റി, communication facilities and other terminal facilities. From the above, it can be stated that port include a harbour and every port is a harbour. അപ്പോൾ പോർട്ടും ഹാർബറും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ പോർട്ടും എന്താണ്, ഇറ്റ് ഈസ് എൻ ഹാർബർ ആണ്. പക്ഷെ പോർട്ട് എന്ന് പറഞ്ഞാൽ ഹാർബർ വിത്ത് മറൈൻ ടെർമിനൽ ഫെസിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഉണ്ടാവും. Next one is classifications of harbors. Harbors are broadly classified as natural harbors, semi-natural harbors and artificial harbors. Classification of harbors എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സാധാരണ ഒരു 10 മാർക്കിന് അല്ലെങ്കിൽ ഒരു 8 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ
ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാർബേഴ്സ്. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു പോർഷനാണ്. നാച്ചുറൽ ഹാർബേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫോർമേഷൻ അഫോർഡിങ് സേഫ് ഡിസ്ചാർജ് ഫെസിലിറ്റീസ് ഫോർ ഷിപ്സ് ഓൺ സീ കോസ്റ്റ് in the form of creeks and basins are called natural harbors. With the rapid development of navies engaged either in commerce or war, improved accommodation and facilities for repairs, storage of cargo, and connected amenities had to be provided in natural harbors. The size and draft of present-day vessels have necessitated the work improvement for natural harbors. The factors such as local geographical features, growth of population, development of the area, etc. have made the natural harbors big attractive. Bombay and Kandla are the best examples of natural harbors in India. ഇപ്പോൾ നാച്ചുറൽ ഹാർബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു നാച്ചുറലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഷെൽട്ടേർഡ് ഏരിയ, അതാണ് എന്താ നാച്ചുറൽ ഹാർബേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ഷെൽട്ടേർഡ് ബൈ ക്രീക്സ് ആൻഡ് ബേസിൻസ്. അപ്പോൾ നാച്ചുറലി ഒരു പ്രൊട്ടക്റ്റഡ് ആണ് ആ ഒരു ഏരിയ, കോസ്റ്റൽ ഏരിയ എന്താണ്, ഇറ്റ് ഈസ് നാച്ചുറലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് എന്ത്, ബോംബെ ആൻഡ് കാണ്ട്ല. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഈ ഏരിയ ഇതാണ്, ഈ ഒരു ഭാഗമാണ് എന്ത്, ഹാർബറായിട്ട് വരുന്നത്. ഈ ഭാഗം ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം വിൻഡ്സ് ആൻഡ് വേവ്സ്. ഇവിടെ ഒന്നും ഉണ്ടാവില്ല, വിൻഡ്സും വേവ്സും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ക്രീക്സ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റിംഗ് ദി ഹാർബർ ഫ്രം വിൻഡ്സ് ആൻഡ് വേവ്. ഇതൊക്കെ നാച്ചുറലി ഫോംഡ് ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് എ നാച്ചുറൽ ഹാർബർ. അപ്പോൾ ദിസ് ആർ ഫോംഡ് ബൈ ദി നാച്ചുറൽ കോൺഫിഗറേഷൻ ഓഫ് ലാൻഡ് റിസൾട്ടിംഗ് ഇൻ creeks and basins, usually bay and river mouths. Bombay now, Mumbai and Kandla ports are example of natural harbors. When the area within the harbor provides good anchoring and berthing conditions in the form of deep navigable channel with protective natural shore, it is called natural roadshed എന്ന് പറയും. ഇനി സെമി നാച്ചുറൽ ഹാർബേഴ്സ്. This type has protection on two sides by headlands, requiring artificial protection only at entrance. Visakhapatnam is an example of this type of harbor in India. അപ്പോൾ സെമി നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യണം, ഇറ്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് വിത്ത് ബ്രേക്ക് വാട്ടേഴ്സ്. അപ്പോൾ നമ്മൾ ബ്രേക്ക് വാട്ടേഴ്സ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. ബാക്കിയുള്ള ഭാഗമൊക്കെ ഇറ്റ് ഈസ് നാച്ചുറലി പ്രൊട്ടക്റ്റഡ് ആണ് ഫ്രം വിൻഡ്സ് ആൻഡ് വേവ്സ്. ഒരു ഭാഗത്ത് നമ്മൾ ബ്രേക്ക് വാട്ടേഴ്സ് ഉണ്ടാക്കുന്നതാണ് എന്ത്, സെമി നാച്ചുറൽ ഹാർബേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളാണ് എന്ത്, വിശാഖപട്ടണം. ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു ഭാഗം ആ ഹെഡ്ലാൻഡ്സ് വെച്ചിട്ട് എന്താണ്, പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷെ ഈ ഭാഗം എന്ത് ചെയ്യണം, നമ്മൾ നാച്ചുറലായിട്ടുള്ള ബ്രേക്ക് വാട്ടേഴ്സ് ഉണ്ടാക്കണം. ബ്രേക്ക് വാട്ടേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ബേപ്പൂരൊക്കെ പോയാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ഭാഗം കല്ലിട്ട് 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 കടലോട്ട് പാലായിട്ട് എന്താ ചെയ്തിട്ടുണ്ടാവും, കല്ലിട്ട് പൊക്കി വെച്ചിട്ടുണ്ടാവും. അതിനാണ് ബ്രേക്ക് വാട്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുണ്ട്, നമ്മൾ അടുത്ത ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. Then artificial harbors. These are formed by constructing what are called breakwaters to provide shelter to ships. Madras, that's now in Chennai, harbor is a good example of an artificial harbor. Artificial harbor എന്ന് പറഞ്ഞാൽ
നമ്മൾ രണ്ട് ഭാഗത്തും ഷെൽട്ടർ കൊടുക്കണം. അങ്ങനത്തെ ഹാർബറാണ് എന്ത് ആർട്ടിഫിഷ്യൽ ഹാർബർ. അപ്പോൾ രണ്ട് ഭാഗത്തും നമ്മൾ ബ്രേക്ക് വാട്ടേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ട് ഷെൽട്ടർ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ആർട്ടിഫിഷ്യൽ ഹാർബേഴ്സ്. അതിൻ്റെ എക്സാമ്പിളാണെന്ത് ചെന്നൈ ഹാർബർ എന്താണ്? ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ആർട്ടിഫിഷ്യൽ ഹാർബർ. Based on the purpose or function, harbors are classified as refuge harbor. Refuge harbor എന്ന് പറഞ്ഞാൽ for quick shelter for ship during storms. Commercial harbor, it is for import and export of merchandise cargo. Fishery harbor, for the use of fishing vessels. Military harbors, for the navy use. Marine harbor, provide facility for small vessel. Based on location, sea or ocean harbors, river harbor, lake harbor and canal harbors. The requirement of harbor of refuge. Refugee ഹാർബറിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ് റെഡി ആക്സസിബിലിറ്റി വേണം, സേഫ് ആൻഡ് കമ്മോഡിയസ് ആങ്കറേജ് വേണം, ആങ്കറേജ് ഒക്കെ സേഫ് ആയിരിക്കണം, ഫെസിലിറ്റി ഫോർ ഒബ്റ്റെയിനിങ് സപ്ലൈസ് ആൻഡ് റിപ്പയേഴ്സ്. ഇതാണെന്ത് റെഫ്യൂജി ഹാർബേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ്. കമേഴ്ഷ്യൽ ഹാർബേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ യു ഷുഡ് ഹാവ് സ്പേഷ്യസ് അക്കോമഡേഷൻ ഫോർ ദി മെർക്കൻറ്റൈൽ മറൈൻസ്. നമ്മൾ കമേഴ്ഷ്യൽ ഹാർബേഴ്സിൽ മെയിനായിട്ട് നടക്കുന്നത് എന്താണ്? കച്ചവടമായിരിക്കും. അപ്പോൾ മെർക്കൻറ്റൈൽ മറൈൻസിന് ആവശ്യമുള്ള സ്പേഷ്യസ് അക്കോമഡേഷൻ വേണം. ആമ്പിൾ കെ സ്പേസ് ആൻഡ് ഫെസിലിറ്റി ഫോർ ട്രാൻസ്പോർട്ടിംഗ് ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഓഫ് കാർഗോ. ലോഡിംഗ് ആൻഡ് അൺലോഡിങ്ങിന് നല്ല ക്വയർ സ്പേസ് വേണം. സ്റ്റോറേജ് ഷെഡ് ഫോർ കാർഗോ. ഗുഡ് ആൻഡ് ക്വിക്ക് റിപ്പയർ ഫെസിലിറ്റീസ് ടു അവോയ്ഡ് ഡിലേ. ഫിഷറി ഹാർബേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് ആണ് ഇറ്റ് ഈസ് ഷുഡ് ബി കോൺസ്റ്റൻ്റ്ലി ഓപ്പൺ ഫോർ ഡിപ്പാർച്ചർ ആൻഡ് അറൈവൽ ഓഫ് ഫിഷിംഗ് ഷിപ്സ്. ഫിഷിംഗ് ഷിപ്പ് എപ്പോഴും വരുന്നുണ്ടാവും. അപ്പോൾ അതിനുള്ള കോൺസ്റ്റൻ്റ് അറൈവലിനുള്ള എന്ത് വേണം? ഷുഡ് ഓപ്പൺ. ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ഫെസിലിറ്റീസ്, ക്വിക്ക് ഡിസ്പാച്ച് ഓഫ് ഫെസിലിറ്റീസ് ഫോർ ദി പെരിഷബിൾ ഫിഷ് കാച്ച്. ഡിസ്പാച്ച് ഫെസിലിറ്റി വേണം പെട്ടെന്നുള്ള. മിലിറ്ററി ഹാർബേഴ്സിൻ്റെ ഷുഡ് അക്കോമഡേറ്റ് നാവൽ വെസൽസ്. നാവൽ വെസൽസിനൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റണം. ദേ സർവ് സപ്ലൈ ഡിപ്പോട്ട്സ് ആൾസോ. സപ്ലൈ ഡിപ്പോട്ട്സ് ആയിട്ട് പ്രവർത്തിക്കാറുണ്ട്. ബോംബെ ആൻഡ് കച്ചിൻ ഹാർബേഴ്സ് ഹാവ് നാവൽ ബേസ്. ബോംബെ അതുപോലെ തന്നെ കൊച്ചിൻ ഹാർബർ എന്താണ്? ഇറ്റ് കണ്ടെയ്ൻ നാവൽ ബേസ് ഉണ്ട്. ഇനി സൈറ്റ് സെലക്ഷൻ ഓഫ് ഹാർബേഴ്സ് ആണ്. ഫാക്ടേഴ്സ് ഗവേണിംഗ് സൈറ്റ് സെലക്ഷൻ. അവൈലബിലിറ്റി ഓഫ് നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഫ്രം വേവ്സ് ആൻഡ് ടൈസ് ആൻഡ് സൈക്ലോൺസ്. നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അതാണെന്ത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അവൈലബിലിറ്റി ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട് ഫീഡർ റൂട്ട്സ്. ഫീഡർ റൂട്ട്സിൻ്റെ അവൈലബിലിറ്റി. ദെൻ സ്ട്രാറ്റജിക് ആസ്പെക്ട്സ്. നമ്മൾ നാവൽ ബേസസ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ മെയിനായിട്ട് നോക്കുന്നത് അതിൻ്റെ സ്ട്രാറ്റജിക് ആസ്പെക്ട്സ് ആണ്. സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമുള്ളത്. ടോപ്പോഗ്രഫിക് സർവേസ് ആവശ്യമുണ്ട്. പിന്നെ ഹൈഡ്രോഗ്രഫിക് സർവേസ് ആവശ്യമുണ്ട്. അവിടെയുള്ള മിറ്റിയോറോളജിക്കൽ ഡാറ്റ ആവശ്യമുണ്ട്, കാലാവസ്ഥാപരമായിട്ടുള്ള. ഓഷ്യനോഗ്രഫിക് ഡാറ്റ, ജിയോളജിക്കൽ ഡാറ്റ, സോയിൽ ഇൻവെസ്റ്റിഗേഷൻ, സീസ്മിക് ഡാറ്റ ആൻഡ് മോഡൽ ടെസ്റ്റിംഗ്. ഇത്ര സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് എന്തുണ്ട് നമ്മളൊരു ഹാർബറിൻ്റെ സൈറ്റ് സെലക്ഷന് ആവശ്യമുള്ളതാണ്. ഇനി ഫെസിലിറ്റീസ് റിക്വയർഡ് അറ്റ് എ പോർട്ട്. ഒന്നാമത് ഫെസിലിറ്റീസ് ഫോർ ഗൈഡിങ് ദി വെസൽസ്. ഒരു പോർട്ടിൽ ആവശ്യമുള്ള ഫെസിലിറ്റീസാണ്. ഒന്ന്, വെസൽസിനെ ഗൈഡ് ചെയ്യാണ്. ഫിക്സ്ഡ് സിഗ്നൽസ് ഉണ്ട്, ഫ്ലോട്ടിംഗ് സിഗ്നൽസ് ഉണ്ട്, ലൈറ്റ് ഹൗസസ്. ഇതൊക്കെ ഗൈഡിങ് ഫെസിലിറ്റീസ് ആണ്. പ്രൊട്ടക്ഷൻ ഫെസിലിറ്റീസ് എയ്തർ ബൈ നാച്ചുറൽ ഫോർമേഷൻ ഓർ ആർട്ടിഫിഷ്യലി കൺസ്ട്രക്റ്റഡ് ബ്രേക്ക് വാട്ടേഴ്സ്. പ്രൊട്ടക്ഷൻ വേവ്സിൽ നിന്നും വിൻഡ്സിൽ നിന്നൊക്കെയുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നത്. ഒന്നെങ്കിൽ നാച്ചുറലി ഫോം ചെയ്തിട്ടുള്ള ലാൻഡ് ആവാം, ഹെഡ്ലാൻഡ്സ് ആവാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് കൺസ്ട്രക്ട് ചെയ്യണം? ബ്രേക്ക് വാട്ടേഴ്സ് കൺസ്ട്രക്ട് ചെയ്യണം. ഡോക്കിംഗ് ഫെസിലിറ്റീസ്, വാഫ്സ്, കേ വാൾസ്, പിയേഴ്സ്,
which are built with the aprons to form wet dock, in which vessels can be berthed with a minimum oscillation. ഡോക്കിംഗ് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഷിപ്സിനൊക്കെ റിപ്പയർ ചെയ്യുന്ന ഫെസിലിറ്റീസ് ആണ് ഇത് ഡോക്കിംഗ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. കാർഗോ ഹാൻഡ്ലിംഗ് ഫെസിലിറ്റീസ് ആണ് ക്രേവ്സ് ഓർ പേയ്മെന്റ് ട്രാക്ക് സപ്പോർട്ടഡ് ഓൺ കെ വാൾസ് ഓഫ് വെഡ് ഡോഗ്സ്. Conveyors and vacuum pumps are used for certain special kinds of cargo. When a repair facilities, graving or dry dock in which vessels can be berthed and lifted is necessary for carrying out repairs. Dry dock facilities, repair മെയിനായിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത് ഡ്രൈ ഡോക്ക് ഫെസിലിറ്റീസ്. Then storage facilities, transit sheds ആവശ്യമുണ്ട് for temporary storage. Warehouses for extended storage, cold storage facilities for perishable goods. Offshore anchorage facilities ആവശ്യമുണ്ട്. ക്വാറന്റൈൻ ഫെസിലിറ്റീസ് ആവശ്യമുണ്ട്. ടേണിംഗ് ബേസിൻസ് ആവശ്യമുണ്ട്. ഡ്രഡ്ജിങ് ഫെസിലിറ്റീസ്, ഡ്രഡ്ജിങ് എന്ന് പറഞ്ഞാൽ ആഴം കൂട്ടാനുള്ള ഒരു മെത്തേഡാണ് ഡ്രഡ്ജിങ്. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഫെസിലിറ്റീസ്, അതിൻ്റെ ഓഫീസേഴ്സ് ആവശ്യമുണ്ട്. മിസ്ലേനിയസ് ഫെസിലിറ്റീസ്, ഫയർ പ്രൊട്ടക്ഷൻ ആൻഡ് അതർ സർവീസ് യൂണിറ്റ്സ്. ഇത്ര ഫെസിലിറ്റീസ് എന്ത് വേണം? ഇറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് ഇൻ എ ഹാർബർ. അപ്പോൾ നമ്മൾ ഇത്ര കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാർബർ, ആ ഓരോ ഹാർബറിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ത് ചെയ്യണം നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അത് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യാം, വി ക്യാൻ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്സസ്. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.